മലയാള സിനിമ അടുത്തൊന്നും കാണാത്ത ഗംഭീര ക്ലാഷാണ് ഈ വർഷത്തെ ഓണം സീസൺ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ബിഗ് എമ്മിൾസ് മത്സരിക്കാൻ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ കളം പിടിക്കാനായി യുവതാരങ്ങൾ കച്ചകെട്ടി ഇറങ്ങുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ദുൽഖറും പൃഥ്വിരാജും നേർക്കുനേർ ക്ലാഷിലെത്തുമ്പോൾ 2023 ശേഷം വീണ്ടും ഓണം റിലീസ് നിവിനും എത്തുന്നുണ്ട്. ഇത് മൂന്ന് സിനിമകൾക്കും പരമാവധി സ്ക്രീനുകൾ ഇതിനോടകം ലോക്ക് ചെയ്ത് കഴിഞ്ഞു. മൂന്ന് സിനിമകൾക്കും പോസിറ്റീവ് റിപ്പോർട്ട് ലഭിച്ചാൽ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകളുടെ പെരുമഴയാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഈ ക്ലാഷിനു മുമ്പ് ദുൽഖർ, നിവിൻ, പൃഥ്വി എന്നിവർ ചെയ്ത സിനിമകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. അവസാനമായി മൂവരും ചെയ്ത സിനിമകൾ ബഡ്ജറ്റ് പോലും തിരിച്ചുപിടിക്കാതെ കളം പിടിക്കുകയായിരുന്നു. ദുൽഖറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മലയാളം റിലീസ് കിങ് ഓഫ് കൊത്തയായിരുന്നു. കരിയറിലെ ഏറ്റവും വലിയ ഹൈപ്പേറിയ പ്രോജക്റ്റായി ഒരുങ്ങിയ കിങ് ഓഫ് കൊത്ത ആദ്യ ദിനം തന്നെ ബോക്സ് ഓഫീസിൽ വീണു. മാസ് ഹീറോയിലേക്കുള്ള ദുൽഖറിൻ്റെ ആദ്യ ചുവട് തന്നെ പിഴച്ചിരുന്നു. 45 കോടിയോളം ചെലവഴിച്ചൊരുക്കിയ കിങ് ഓഫ് കൊത്ത തിയേറ്ററിൽ നിന്ന് 38 കോടിക്കടുത്ത് മാത്രമാണ് നേടിയത്. സാറ്റലൈറ്റ് OTT റൈറ്റ്സിലൂടെ ദുൽഖർ എന്ന നിർമ്മാതാവ് സേഫായി. കൊത്തയുടെ പരാജയത്തിന് ശേഷം ദുൽഖർ മലയാളത്തിൽ നായകനായിട്ടില്ല. അന്യഭാഷയിൽ ശ്രദ്ധ നൽകിയ ദുൽഖർ ഹോം കമ്മിങ്ങിലേക്ക് അയാങ്കുമെന്ന് വിശേഷിപ്പിക്കുന്നത്. വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം പോസിറ്റീവ് റിപ്പോർട്ട് അടിച്ചാൽ ഇൻഡസ്ട്രി ഹിറ്റാവാൻ സാധ്യതയുണ്ട്. അതേസമയം പൃഥ്വിയുടെ അവസാന മലയാള ചിത്ര റിലീസിൻ്റെ അവസ്ഥയും ഇതിലും പരാതാപകരമാണ്. സച്ചിയുടെ ഡ്രീം പ്രോജക്റ്റായ വിലായത്ത് ബുധ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പരാജയമായി മാറി. 30 കോടിയിലേറെ ചെലവഴിച്ചൊരുക്കിയ ചിത്രം വെറും 6 കോടി മാത്രമാണ് നേടിയത്. ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് പോലും ഇതുവരെ വിറ്റുപോയിട്ടില്ല. എന്നാൽ ഖലീഫയ്ക്ക് മുമ്പ് ഐ നോബഡിയും ബിഗ് ബോക്സ് ഓഫീസിൽ എത്തുന്നുണ്ട്. റോഷാക്കിന് ശേഷം നിഷാം ബഷീർ ഒരുക്കുന്ന ചിത്രം സർപ്രൈസ് ഹിറ്റാകുമെന്നാണ് പ്രതീക്ഷ. ഐ നോബഡി വിജയിച്ചാൽ ഖലീഫയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ്. മോഹൻലാലിൻ്റെ അതിഥി വിഷവും ഖലീഫയ്ക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. സർവ്വമായയുടെ വിജയവും പിന്നീട് വന്ന് 2 സിനിമകൾക്ക് ആവർത്തിക്കാൻ നിവിന് സാധിച്ചില്ല. ബേബി ഗേൾ വൻ പരാജയമായപ്പോൾ പ്രതിച്ഛായ നിവിന് എടുത്താൽ പൊങ്ങാത്ത വേഷമെന്ന് വിമർശനമുയർന്നു. തൻ്റെ സേഫ് സോണായ ഫീൽ ഗുഡിലേക്ക് നിവിൻ നിരാശപ്പെടുത്തില്ലെന്നാണ് പ്രതീക്ഷ. ചെയ്യുന്ന സിനിമകൾക്കെല്ലാം മിനിമം ഗ്യാരണ്ടി നൽകുന്ന ഗിരീഷ് ഷേഡി കൂടി ചേരുമ്പോൾ ഓണത്തിന് നിവിൻ്റെ തിരിച്ചുവരവാകാൻ സാധ്യതയുണ്ട്.